നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകളിൽ ഇഷ്യൂസ് വരുന്നതായി തോന്നാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടുന്ന സ്വഭാവമുള്ളവരാണോ? ഒരു കാരണവുമില്ലാതെ ചില സന്ദർഭങ്ങളിൽ ഭയങ്കരമായി ഉത്കണ്ഠ അനുഭവപ്പെടുന്നുണ്ടോ? സോ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയാണ്. സോ ഇത് ICD-യിൽ F60 എന്നുള്ളൊരു കാറ്റഗറിയിലാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പൊതുവെ 3 കാറ്റഗറീസ് ആയിട്ടാണ് അല്ലെങ്കിൽ 3 ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ക്ലസ്റ്റർ A, ക്ലസ്റ്റർ B, ക്ലസ്റ്റർ C എന്ന് പറയും. ഇതിൽ ക്ലസ്റ്റർ Bയിൽ വരുന്നതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിൽ തന്നെ അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. സോ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ 2 ടൈപ്പായിട്ടാണ് ICD-യിൽ തിരിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഇമ്പൾസീവ് ടൈപ്പ്, മറ്റൊന്ന് ബോർഡർ ലൈൻ ടൈപ്പ്. ഇതിൽ ഇമ്പൾസീവ് ടൈപ്പാണ് ഞാൻ ഇതിൽ ആദ്യം പറഞ്ഞതുപോലെ എടുത്തു ചാടുന്ന സ്വഭാവക്കാരാണോ എന്ന് ഞാൻ ചോദിച്ചത്. സോ ഇതിൽ അവരതിന്റെ കോൺസിക്വൻസസിനെ പറ്റി ആലോചിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം അവരുടെ മനസ്സിൽ വരുന്നു, അതിലേക്ക് അവർ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി അവർ ആലോചിക്കുന്നില്ല. ഉദാഹരണത്തിന് ഭയങ്കര ഫാസ്റ്റ് ഡ്രൈവിങ്, അല്ലെങ്കിൽ ഇപ്പം ഡ്രഗ് യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെടുത്തു ചാടി ചെയ്യുന്ന സ്വഭാവക്കാരാണ് ഈ ഇമ്പൾസീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ബോർഡർ ലൈൻ ടൈപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മളുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടൈപ്പാണ് ബോർഡർ ലൈൻ ടൈപ്പ്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അത് അവർക്ക് ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കും അവർക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ പേരൻസുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ണറായിരിക്കും, അല്ലെങ്കിൽ ലവറുമായിട്ടായിരിക്കും. സോ എപ്പോഴും ആ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവരിൽ റിലേഷൻഷിപ്പുകൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതായത് പെട്ടെന്ന് റിലേഷൻഷിപ്പുകൾ മാറുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി അതിലുണ്ടാവുന്നില്ല. അത് ഇതിലൊരു സൈനാണ്. പിന്നെ ഒന്ന്, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇമോഷൻസ് റിലേറ്റഡ് ആണ് ഈ പേഴ്സണാലിറ്റിയിൽ കൂടുതലും വരുന്നത്. അതായത് ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് എപ്പോഴും ഇമോഷൻസ് വരുമ്പം അത് എക്സ്ട്രീം ആയി പോവാണ്. ദേഷ്യമാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടായിരിക്കും അവർ കാണിക്കുന്നത്. സങ്കടമാണെങ്കിലും അതും ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലിലോട്ടായിരിക്കും പോകുന്നത്. അതായത് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്നു ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും സങ്കടപ്പെടേണ്ട കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പം ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വരുന്നത് തന്നെയാണ്. നമുക്ക് ഓരോ സിറ്റുവേഷൻസിൽ ഓരോ ഇമോഷൻസ് വരുന്നുണ്ട്. ദേഷ്യം, സങ്കടം, സന്തോഷം, പേടി, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരിധി കൂടുതലായി പോവുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവരിൽ കണ്ടുവരുന്നതാണ് ഈ ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ബോർഡർ ലൈൻ ടൈപ്പിന്റെ കുറെ സൈൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊന്ന് റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇവർക്ക് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. വേറൊന്ന് സെൽഫ് കോൺഫിഡൻസ് ഇവരിൽ ഭയങ്കര കുറവായിരിക്കും. അതായത് ഇവർക്ക് സ്കിൽഡ് ആണെന്നുള്ളത് അവർക്കറിയാം, പക്ഷെ അവരൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവർക്കത് ഭയങ്കര പേടിയാ. വേണോ വേണ്ടയോ, ഞാനിത് ചെയ്താൽ ശരിയാവുമോ? അവർക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവുള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യം നന്നായിട്ട് അവർക്കത് പ്രകടിപ്പിച്ച്, അല്ലെങ്കിൽ അവർക്ക് കഴിവുണ്ടായിട്ടും അത് നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അവർ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിലും അവർ ഭയങ്കര ആഗ്രഹത്തോടു കൂടി ആയിരിക്കും കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിഗേഴ്സ് വരുമ്പം ഇവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാക്സിമം ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാൻ നോക്കും. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഒരു എന്തൂസിയാസം ഉണ്ടാവും. അവരെല്ലാം തുടങ്ങി വെക്കും. പക്ഷെ ആ ഒരു തുടക്കം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവർക്കത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല. ബിക്കോസ് അവരുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നു. പിന്നെ ഒന്ന്, ഇവർക്ക് ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അതായത് ഇവരെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല. എപ്പോഴും ഇവർ ഈ ഒരു നെഗറ്റീവ് തോട്ട്സിലായിരിക്കും ഇവർ പോകുന്നുണ്ടാവുക. പിന്നെ ചിലരിൽ സെൽഫ് ബ്ലെയിമിങ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പം വേറൊരാൾ ചെയ്ത കാര്യമാണെങ്കിൽ പോലും അവർക്ക് തോന്നണം ഞാൻ കാരണമാണ്, ഞാൻ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നവർ സ്വയമേ അവരിങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇവർക്ക് ഈ ഇമോഷൻസ് ഒക്കെ വന്നാൽ ഇപ്പോൾ ഇവർ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ സങ്കടം, ഇതൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ഇത് ഏറ്റവും അവർക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരോടായിരിക്കും കാണുന്നത്. അതായത് ഇവർക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവും. ആ കംഫർട്ട് സോൺ മേ ബി പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും 1-2 വ്യക്തികളായിരിക്കാം. സോ ഇവരുടെ അടുത്തായിരിക്കും ഇവർ ഇമോഷൻസ് കൂടുതലായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു എക്സ്പ്രഷൻ കഴിഞ്ഞ് ഇത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ദേഷ്യമാണെങ്കിൽ പോലും കുറച്ച് നേരത്തേക്കിനെ ഉണ്ടാവത്തുള്ളൂ. അത് കഴിയുമ്പം പിന്നെ ഇവരിൽ പൊതുവെ കണ്ടുവരുന്നതാണ് ഭയങ്കര ഒരു കുറ്റബോധമായിരിക്കും. ഞാൻ അത്രയും ദേഷ്യപ്പെട്ടല്ലോ, അല്ലെ അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ, അത് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുകയല്ലേ. സോ ഇവർ ഒരുപാട് സോറി ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഇവരിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ തെറ്റായിപ്പോയി, ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ ഒരു ബിഹേവിയർ കാണിച്ചുകൊണ്ടേയിരിക്കും. വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും ഇവർ ഇതുപോലെ തന്നെ ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ സങ്കടപ്പെടാം. സോ ഇത് മറ്റുള്ളവർ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവരിതിങ്ങനെ ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്.
സോ ഇത് കൂടാതെ വരുന്ന സിംറ്റംസ് ആണ് ഇവരിൽ ഏറ്റവും കൂടുതലായി പൊതുവെ കണ്ടുവരുന്നതാണ് സെൽഫ് ഇമേജ് ഇഷ്യൂസ് എന്ന് പറയും. അതായത് അവർക്ക് അവരിൽ തന്നെ ഒരു ആത്മവിശ്വാസം തോന്നുന്നില്ല, അല്ലെ അവർ എന്നെ കാണാൻ ഭംഗിയില്ല, അല്ലെ എനിക്ക് പൊക്കമില്ല, അല്ലെ എനിക്ക് വണ്ണം കുറവാണ്. സോ ഈ രീതിയിൽ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഇമേജസിൽ തന്നെ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് അവർക്ക് അവരുടെ സെൽഫിനെ പറ്റി എപ്പോഴും ഒരു 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 കോൺഫിഡൻസോട് കൂടി അവർക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് കോൺഫിഡൻസോട് ഒരാളുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആരുടെയും മുമ്പിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് നിന്നാൽ അവരാരെയും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. പിന്നെ കണ്ടുവരുന്നതാണ് സെൽഫ് ഹാർമിങ് ടെൻഡൻസി എന്ന് പറയും. സൂയിസൈഡൽ ത്രെഡ്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സ്, സെൽഫ് ഹാർമിങ് തോട്ട്സും സെൽഫ് ഹാർമിങ് ആക്ട്സും ഇതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. ബിക്കോസ് അവർക്ക് ഈ സ്ട്രെസ്സും ആൻസൈറ്റി ഒന്നും താങ്ങാൻ പറ്റാതെ വരുമ്പോഴത്തേക്കിനും അവരിതൊരു കോപ്പിംഗ് മെക്കാനിസം പോലെയാണ് ഈ ഒരു സെൽഫ് ഹാം തോട്ട്സിനെ എടുക്കുന്നത്, അല്ലെങ്കിൽ സെൽഫ് ഹാം ആക്ടിനെ എടുക്കുന്നത്. ആ ഒരു പെയിനോട് അവർ ഭയങ്കര ഇൻസെൻസിറ്റീവ് ആയിരിക്കും. സോ സെൽഫ് ഹാം ആക്ട്സ് എന്ന് പറയുന്നത് അവരിൽ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്ട്സ് വെച്ചിട്ടായിരിക്കും അവർ ഈ ഒരു കോപ്പിംഗ് മെക്കാനിസം ചെയ്യുന്നത്. ഒന്നെങ്കിൽ അവർ കയ്യിൽ ഇങ്ങനെ വരയുന്നു, അല്ലെങ്കിൽ ഈ ഒരു ആങ്കർ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വരുമ്പോൾ ഒന്നെങ്കിൽ അവർ തല ഭിത്തിയിൽ ഇടിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ അവർ ചെയ്യുന്നു. അതാണ് ഈ സെൽഫ് ഹാം ആക്ട്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ടും ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ വരുന്ന സയൻസ് അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഒന്നുകൂടെ ഞാനത് ചുരുക്കി പറയാം. ഒന്നാമത്തേത് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇമോഷൻ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നു. പിന്നെ ആൻസൈറ്റി അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കുറയുന്നു, റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, സെൽഫ് ഇമേജ് ഇഷ്യൂസ്, പിന്നെ സെൽഫ് ഹാർമിങ് തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള EUPD ട്രേറ്റ്സ് അല്ലെങ്കിൽ EUPD സിംറ്റംസ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മളിലൊക്കെ പൊതുവെ അല്ലെങ്കിൽ കോമൺ ആയിട്ടും ഇപ്പൊ കണ്ടുവരുന്ന ഒരു ഡിസോർഡർ തന്നെയാണ് EUPD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EUPD ട്രേറ്റ്സ് നമുക്കിടയിൽ ഇപ്പം കോമൺ ആണ്. ഇത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ആളെക്കാട്ടിലും കൂടുതൽ ആളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതെന്നും ഭയങ്കര ഒരു ട്രോമാറ്റിക് അല്ലെങ്കിൽ ഒരു ടെൻഷൻ റിലേറ്റഡ് ആണ്. അതായത് ഈ വ്യക്തിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ആൾ എപ്പോഴാണ് ട്രിഗേർഡ് ആവുന്നത്. ഇവർക്ക് ചെറിയ ചെറിയ ട്രിഗേഴ്സ് മതി അവർക്ക് ഈ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാവാനായിട്ട്. സോ അപ്പം ചിലരിപ്പം നമ്മൾ പറയുന്ന ഒരു വാക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടമായിരിക്കും, ഒരു പ്രവൃത്തിയായിരിക്കും വലിയ ട്രിഗേഴ്സ് ഉണ്ടാവുന്നത്. സോ ഏറ്റവും കൂടുതൽ ഇവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇവരോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഇവരോട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് എപ്പോഴും ഒരു ഫിയർ പോലെയാണ്. എന്ത് പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഇഷ്ടമില്ലാതാവുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവരെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് അറിയുന്നില്ല. അതായത് രണ്ടു പേർക്കും ഈക്വലി ഒരു ട്രോമാറ്റിക് പോലെയാണ് ഈ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഈ ഒരു ട്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ട്രേറ്റ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഇതിനുള്ള ട്രീറ്റ്മെന്റും വളരെ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. സോ നമ്മളതിന് ഒരിക്കലും ഒരു മടി വിചാരിക്കരുത്. ഇപ്പം നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഒക്കെ ഈ പറയുന്ന സൈൻസോ സിംറ്റംസോ നമ്മൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരോട് പറയണം നിങ്ങൾക്കിതാകാം, നിങ്ങൾക്ക് ഇതുണ്ട് എന്നുള്ളത് പറയുമ്പോൾ അവർക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്റ്റിഗ്മറ്റൈസ്ഡ് പോലെയാണ്. സോ നമുക്ക് അവരോട് പറയാൻ നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു EUPD ട്രേറ്റ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈക്യാട്രിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് കൂടെ എന്നുള്ളത്. സോ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. അതായത് EUPDക്ക് വേണ്ടി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള തെറാപ്പിയാണ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി, DBT എന്ന് പറയും. ഇത് സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്താൽ ഈ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ്, അല്ലെങ്കിൽ നമുക്ക് ഈ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. സോ നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേറ്റ്സ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവർക്കിത് പറഞ്ഞു കൊടുക്കാനും അവർക്കൊരു ഹെൽപ്പ് കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അവരോട് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്.